പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തന്ത്രപരമായ നേട്ടം കൊയ്യുകയായിരുന്നു ചൈന. സംഘർഷ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ചൈന നടത്തിയ തയ്യാറെടുപ്പുകളാണ് ചൈനയ്ക്ക് ഈ നേട്ടമായതെന്ന് അമേരിക്ക ആസ്ഥാനമായ കൺസൾട്ടിംഗ് ഏജൻസിയായ ദ ഏഷ്യ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ലോകമാകെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായപ്പോൾ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിലേക്ക് തിരിഞ്ഞതും എണ്ണശേഖരം വളരെ തന്ത്രപ്രധാനമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതുമാണ് ചൈനയ്ക്ക് നേട്ടമായത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഹോർമുസ് അടച്ചിട്ടതുമെല്ലാം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമത്തെ ആകെ തന്നെ ബാധിച്ച വിഷയമായിരുന്നു. പക്ഷേ ചൈന ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടു എന്നതാണ് പ്രത്യേകത. വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. വർഷങ്ങളായി രൂപപ്പെടുത്തിയ അവരുടെ തന്ത്രപ്രധാനമായ എണ്ണശേഖരം ഈ ഘട്ടത്തിൽ ഫലപ്രദമായി അവർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ലോകരാജ്യങ്ങൾ തന്നെ ഏറ്റവും ശക്തമായ എണ്ണശേഖരമുള്ള രാജ്യമാണ് ചൈന. ക്ഷാമകാലത്ത് ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോർമുസ് അടച്ചിട്ടത് മൂലമുള്ള എണ്ണ പ്രതിസന്ധി ചൈനയെ കാര്യമായി ബാധിക്കാതെ വന്നത്. മറ്റൊന്ന്, പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിലേക്ക് ചൈന നേരത്തെ തന്നെ തിരിഞ്ഞു എന്നതാണ്. സൗരോർജ്ജം, കാറ്റാടി വൈദ്യുതി, ബാറ്ററി സാങ്കേതികവിദ്യ, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ ചൈന നടത്തിയ വൻ നിക്ഷേപങ്ങളും ഇപ്പോൾ അവർക്ക് അനുകൂലമായ ഘടകമായി മാറിയെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ആഗോള പ്രവണത ശക്തിപ്പെടുമ്പോൾ ചൈന ഇതിൻ്റെ മുൻനിരയിൽ തയ്യാറെടുപ്പുകൾ നടത്തി. ചുരുക്കത്തിൽ, സംഘർഷ കാലഘട്ടങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി കാര്യമായി ബാധിക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ബാധിച്ച ഏഷ്യൻ രാജ്യമായി ചൈന മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ചൈനയുടെ ഇന്ധന ശേഖരത്തെക്കുറിച്ച്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ചൈന. ഒരു രാജ്യവും തങ്ങളുടെ കൈവശമുള്ള എണ്ണയുടെ കണക്ക് പുറത്തുവിടാറില്ല. എന്നാൽ വിവിധ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ ആകെ ക്രൂഡ് ഓയിൽ ശേഖരം 1.2 ബില്യൺ ബാരൽ വരുമെന്നാണ് കണക്ക്. ഇതൊരു കൃത്യമായ കണക്കല്ല. ചൈന ഒരിക്കലും ഇത് പുറത്തുവിടാറില്ല. വളരെ രഹസ്യമായിട്ടാണ് ചൈന ഇത് സൂക്ഷിക്കുന്നത്. പക്ഷേ ചില സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വിദഗ്ധരുടെ കണക്കെടുപ്പിലാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. എണ്ണ വിതരണത്തിൽ തടസ്സമോ വിലക്കയറ്റമോ ഉണ്ടായാൽ അവർ ഉപയോഗിക്കാനായി സർക്കാർ സൂക്ഷിച്ചിരിക്കുന്ന അസംസ്കൃത എണ്ണയുടെ ശേഖരമാണിത്. ഒപ്പം ചൈനയിലെ സ്വകാര്യ കമ്പനികളുടെ കൈവശമുള്ള എണ്ണ കൂടി ചേരുമ്പോഴാണ് ഈ ആകെ അളവിലുള്ള എണ്ണ വരുന്നത്. ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട എണ്ണ സൂക്ഷിപ്പുകാർ ആരൊക്കെയാണ്? അക്കാര്യം കൂടി നോക്കാം. ചൈനയാണ് ഇതിൻ്റെ മുൻനിരയിൽ. നമ്മൾ പറഞ്ഞു 1.2 ബില്യൺ ബാരലാണ് അവർക്കുള്ളത്. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 850 മില്യൺ ബാരലാണ് അവരുടെ കൈവശമുള്ളത്. ജപ്പാനാണ് മൂന്നാം സ്ഥാനത്തെ എണ്ണശേഖര രാജ്യം. 490 മില്യൺ ബാരലാണ് അവരുടെ കൈവശമുള്ളത്. അടുത്തത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയ്ക്ക് 260 മില്യൺ ബാരലാണ് അവരുടെ ശേഷി, അവരുടെ സംഭരണം. അടുത്തതായി വരുന്നത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യക്ക് 150 മില്യൺ ബാരൽ ഇന്ധന സ്റ്റോറേജ് ഉണ്ട് എന്നതാണ് ലോകരാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ അമേരിക്കൻ ഏജൻസിയുടെ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം അമേരിക്കയുടെ തന്ത്രപരമായ മുൻഗണനകളെക്കുറിച്ചാണ്. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം അമേരിക്കയുടെ സൈനികവും നയതന്ത്രപരവുമായ ശ്രദ്ധ വീണ്ടും ആ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇതോടുകൂടി ഇൻഡോ പസഫിക്കിൽ ചൈനയെ നേരിടാനുള്ള അവരുടെ ശ്രദ്ധ ഭാഗികമായി കുറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ ഇത് ചൈനയ്ക്ക് എല്ലാ അർത്ഥത്തിലും വിജയമാണെന്ന് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നില്ല. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും പശ്ചിമേഷ്യയിൽ നിന്ന് ആയതിനാൽ തന്നെ ദീർഘകാല അസ്ഥിരത ഉണ്ടായാൽ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും ഇത് തിരിച്ചടിയാകാമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചൈനയുടെ തന്ത്രപരമായ തയ്യാറെടുപ്പ് ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും നേട്ടമായെന്ന് തന്നെയാണ് ദ ഏഷ്യൻ ഗ്രൂപ്പിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്.